നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. അതായത് എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കിട്ടാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ദ സണ്ണിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിധത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവസാനിച്ച് അവിടെ ഭാഗ്യവും വിജയവും നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട നാളുകൾ അവസാനിച്ച് ജീവിതത്തിനൊരു പ്രകാശം വന്ന് ചേരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വ്യക്തതയും വിജയവും ഉണ്ടാവുന്നതാണ്. വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ്. അതിലൂടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും ഒരു മോചനം ഈ ഒരു സമയം നിങ്ങൾക്ക് കൈവരുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം കടന്നു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബത്തിലുള്ളവരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ആ ഒരു ബന്ധം ശക്തമാവുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും സഹകരണവും വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതെ ഏതൊരു കാര്യത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം കാണാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കാനും നിങ്ങൾക്ക് കഴിയാറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് കഴിയാറുണ്ട്. അതുപോലെ നേരായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നിലും കപടതയില്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരെ കൃത്യമായിട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ആളുകളാണ്. ദയയും കരുണയും ഒക്കെ നിങ്ങളിൽ ഉണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വളരെ വേഗത്തിൽ നിങ്ങളോട് അടുപ്പം തോന്നാറുണ്ട്. കാരണം മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവുമാണ് നിങ്ങളിൽ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ വലിയ ഒരു ആശ്വാസവും സന്തോഷവുമൊക്കെ നൽകാറുണ്ട്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതേപോലെ ഇവിടെ കിട്ടിയിരിക്കുന്ന 2 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഒരു അകൽച്ചയിലോ പിണക്കത്തിലോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറി പരസ്പരം തിരിച്ചറിയാനും സ്നേഹിക്കാനുമൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ്. കൂടാതെ വിവാഹം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളിയെ കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പര ബഹുമാനവും നിറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന നിങ്ങളുടേതുപോലെയുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു.
ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് കാണുന്നത് തടസ്സങ്ങളുടെ നീക്കമാണ്. അതായത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം നിങ്ങൾ നിർത്തിവെച്ചതും നിങ്ങൾക്ക് മുടങ്ങിപ്പോയതുമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രമോഷനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങളോ അതേപോലെ തന്നെ വിദേശയാത്രകൾക്കുള്ള അവസരങ്ങളോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ വലിയ മാറ്റമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് പെട്ടെന്നൊരു വേഗത കൈവരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അകന്നു പോയ സുഹൃത്തുക്കളോ പങ്കാളിയോ ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നിങ്ങളെ പിടികൂടിയിരിക്കുന്ന മടിയൊക്കെ മാറി കഠിനാധ്വാനം ചെയ്യാനുള്ള ആ ഒരു ഊർജം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ഊർജവും ആത്മവിശ്വാസവുമൊക്കെ നിങ്ങൾക്ക് കൈവരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്ന 5 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളിലും പരാജയങ്ങളിലും മാത്രം ജീവിക്കുന്ന ആളുകളാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് കൈവിട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാൽ അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം വേണം എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് മടിക്കുന്ന ആളുകളാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടാനായിട്ടാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നാൽ പോലും അവരുടെ ആ ഒരു സഹായത്തെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ മടിയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏത് കാര്യത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള വശത്തേക്കാൾ കൂടുതൽ നെഗറ്റീവ് വശങ്ങൾ കണ്ടെത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കാറുള്ളത്. കാരണം നിങ്ങൾക്ക് സംഭവിച്ച പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ ആ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നതിനാൽ തന്നെ എത്ര നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അത് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു ചിന്ത അതിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി ധാരാളം പ്രതിസന്ധികളും സങ്കടങ്ങളുമൊക്കെ നേരിട്ടിട്ടുള്ള ആളുകളായതിനാൽ തന്നെ മറ്റുള്ളവരുടെ വേദനകളെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ നിരാശ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള നഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷം ഇനി നേട്ടങ്ങളുടെ ഒരു സമയമാണ് നിങ്ങളെ തേടി വരുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതിനാൽ തന്നെ ഇനി നഷ്ടങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കാതെ അതിനെ വിട്ടുകളഞ്ഞ് വരാനിരിക്കുന്ന നേട്ടങ്ങളെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളെ നല്ല കാര്യങ്ങളെയൊക്കെ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത്
അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക.